കേശേട്ടൻ പോയി. ഇനി നമുക്ക് പോവാം. കേശവനാ ഞാൻ സീനാവും. ഒന്നും അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ കേശേട്ടനെ അറിയാൻ സീനാവും. നിനക്ക് പേടിയുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങളെല്ലാരും ഇവിടെ നിക്കി, ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്തൊരു ചൂടെന്ന് ആലോചിക്കണേ. ചൂട് കാരണം രാത്രി ഉറങ്ങാൻ പറ്റണില്ല, രാവിലെ ഉറങ്ങാൻ പറ്റണില്ല. ഡമ്പരി ഫോൺ സൈലന്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാം വേണ്ട കടന്ന് വിളിച്ച് ഏൽപ്പിക്കും. ഉറങ്ങുവാണോ വെറുതെ എടുക്കുവാണോ? അപ്പൊ ഉറങ്ങി. പാറുവേ, എന്തുവാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഒന്നില്ല മുമ്മേ. നിന്റെ കൂട്ടുകാരല്ലേ അവിടെ വന്നിരിക്കുന്നേ? ആണോ? ആണോ? എന്തു പരമാനന്ദ സുഖം, ഒന്നും അറിയണ്ട. അതെ, കേശവൻ ഉറങ്ങിയിട്ടുണ്ട്. കേശവൻ ഇപ്പോഴൊന്നും എണ്ണിക്കത്തില്ല. നമുക്ക് പോവാം. അപ്പൂപ്പന്താട് മരം ബാർമണ്ടയുടെ സൈഡിൽ ഉണ്ടാവുന്നല്ലേ നീ പറഞ്ഞേ? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കേ, come on, come on. ഞാനൊന്ന് നോക്കട്ടെ. അവൻ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. ലച്ചൂസേ, അളിയനെ നല്ല ഉറക്കത്തിലാ. വിളിക്കണോ? വിളിക്കാം. ഓക്കെ. അളിയോ അളിയോ, ഉറങ്ങുമായിരുന്നോ? പിന്നെ എടാ, നീ എന്താ ഫോൺ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ലച്ചൂസ് നിന്നെ കുറെ തവണ വിളിച്ചു. എന്താ എന്റെ ലൈനിലുണ്ട്, സംസാരിക്കും. ഇതേപോലുള്ള ശല്യം വിളിക്കുന്നു പറഞ്ഞിട്ട് തന്നെ. അല്ല, ലച്ചൂസ് ശല്യം നിനക്ക്? ലച്ചൂസേ, അവള് കേട്ടിട്ടുണ്ടാവും. സംസാരിക്കും. സംസാരിക്കും. ചേച്ചി മുത്ത എന്താ? പിന്നെ ഉറങ്ങണ്ടേ? രാത്രി ഉറക്കം കിട്ടില്ല. കാര്യം പറയേച്ചി, എന്തൊരു വിളിച്ചേ? മേടിയില് അതാ നിങ്ങൾ മേടിച്ചാ പോരെ? പാറു ആടെ കാണും. അത് അവളുടെ കൂട്ടുകാർ പിള്ളേർ സെറ്റെല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് കളിക്കുന്നുണ്ടാവും. കൊടുക്കാം. പോണ് പാറു. പാറു കാണാനില്ല. അതിപ്പം എല്ലാരും കൂടെ കളിക്കാൻ പോയി കാണും. അപ്പുറത്തോട്ടുമല്ലോ പിള്ളേരുടെ കാര്യം ഇത്. വരുമ്പോ ഞാൻ വിളിക്കാം. ശരി. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റോ? അല്ല, അമ്മൂമ്മ പാറിനെ കണ്ടാ? ഇല്ല, കണ്ടില്ല. കണ്ടില്ലേ? ഇല്ല. എടാ, കുറച്ചു മുമ്പ് നീ അവിടെ കിടന്ന് ഉറങ്ങിയില്ലയോ? അപ്പൊ അവിടെ വന്ന് നോക്കി നിൽക്കുന്ന കണ്ടു. എന്നിട്ട് പിള്ളേരുടെ കൂടെ പുറത്തോട്ട് പോയി. എന്താടാ ഇത്? മുങ്ങിയത് തന്നെ, എല്ലാം കൂടെ മുങ്ങി. മുങ്ങിയതാ? എങ്ങോട്ട് മുങ്ങാൻ? അപ്പൂപ്പൻ താടി മരം കാണാൻ. അളിയാ, എന്റെ അടുത്ത് നേരത്തെ വന്ന് അവള് ചോദിച്ച്, ചേട്ടാ ഇന്നോട് നമ്മളെല്ലാടെ അപ്പൂപ്പൻ താടി മരം കാണാൻ പോക്കോട്ടെ. ഞാൻ പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞു. അല്ല, എങ്ങടാ പോയേ? പാറമട സൈഡിലോട്ട്. അങ്ങോട്ടോ? അയ്യോ, എടാ അതാ നീ മുമ്പേ ഉറങ്ങിയപ്പോഴേ ഇങ്ങനെ പാത്ത് നോക്കിയിട്ട് പോയത്. നീ ഉറങ്ങി നോക്കിയതായിരിക്കും. കൺഫേം ചെയ്തതാ. എടാ, നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന? ചെല്ല്, കൊണ്ടെല്ലാം കൊടുത്ത് വിളിച്ചോണ്ട് വാ.
ആ ലച്ചൂസേ, ഇല്ല പാറു ഫ്രണ്ട്സിന്റെ കൂടെ അപ്പൂപ്പൻ താടി മരം കാണാൻ വേണ്ടി പോയേക്കും. ആ അവനിപ്പോ വിളിച്ചോണ്ട് വരും. ആ നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നേ? പോയി വിളിച്ചോണ്ട് വാ കൊച്ചിനെ. അല്ലമ്മ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയില്ലേ? ഒരു പേടിയില്ല, അതിന്റെ പ്രശ്നമാണ്. അമ്മൂമ്മ സാരി ഇരിക്കണം. എന്തിന്? എടാ അപ്പൂപ്പൻ താടിയുടെ മരം ഇവിടെ എവിടെയെങ്കിലും കാണും? കുറച്ചുകൂടി പോകുന്നൊക്കെ ഇവിടെയൊക്കെ തന്നെ കാണും. ഇനി അകത്തേക്ക് പോണാ? പിന്നെ പോവാതെ എങ്ങനെ കാണും? നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് പേടിയില്ല. നിനക്കാ? ചെറുതായിട്ട്. ഇനി പേടിച്ചിട്ട് കാര്യമില്ല. ഇടി മറ്റേ മരണമില്ലാത്ത അമ്മൂമ്മ ഇവിടെ എവിടെയെങ്കിലും കാണുമോ? അങ്ങനൊന്നും ഇല്ല. അപ്പൂപ്പൻ താടി മരത്തിന്ന് ഉണ്ടാവുന്നെ. നീ ചുമ്മാ എന്നെയും കൊണ്ട് പേടിപ്പിക്കല്ലേ. പോവാല്ലേ? ബാ. എടാ ഇവിടെ കാണോ ഉണ്ടോ അപ്പൂപ്പൻ താടിയുടെ മരം? ഉണ്ടാവേണ്ടതാണ്. ഉണ്ടാകേണ്ടതാണെന്നാ നിന്റെ ഇടിച്ച് ശരിയാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. നിന്റെ ഒറ്റ വാക്ക് കേട്ടിട്ടാണ് ഞങ്ങളൊക്കെ വന്നത്. എടാ നീ തിരിച്ചുകൊണ്ട വഴി നിനക്കറിയോ? നോക്കി നോക്കി പോവാ. നോക്കി പോവാം. പെട്ടല്ലേ നീ മിണ്ടി പോരുത്. എന്താ മക്കളെ, അപ്പൂപ്പൻ താടി കാണാൻ വന്നതാണോ?